സോ ഇത് 11th ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത കട്ടിംഗ് പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി എന്ന്. സോ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി മീൻസ് ഹാവ് ടു കട്ട് ഹിയർ ആൻഡ് ഇറ്റ് ഈസ് പാരലൽ ടു വി പി എന്നാണ്. സോ ഇൻക്ലിനേഷൻ ഇല്ല. പെർപെൻഡിക്കുലർ ടു എച്ച് പി ആകുമ്പോൾ ഇവിടെ കട്ട് ചെയ്യണം, പക്ഷേ അവിടെ തന്നെ പല ഇൻക്ലിനേഷനാണ് നെക്സ്റ്റ് വരേണ്ടത്, പക്ഷേ ഇവിടെ പാരലൽ ടു വി പി എന്നാണ്. സോ എക്സ് വൈ ലൈനിന് പാരലായിട്ട് ഇവിടെ കട്ട് ചെയ്യും. Perpendicular to HP means below XY line, parallel to VP means ഇവിടെ XY line parallel. Then passing point 10 mm in front of the axis. So ഇതാണ് നമ്മുടെ ആക്സ്. സോ ആക്സിൽ നിന്ന് 10 mm in front. സോ വെർട്ടിക്കലി 10 mm in front മാർക്ക് ചെയ്യാം. Then draw the section plane. സോ ഇവിടെ നിങ്ങൾക്ക് സെക്ഷൻ പ്ലെയിൻ വരയ്ക്കാൻ പറ്റും. സോ എൻഡ് രണ്ടും നിങ്ങൾ ഡാർക്ക് ചെയ്യുക നെക്സ്റ്റ് സ്റ്റേജ്. സോ ഇതിൻ്റെ കോമൺ പോർഷൻ നമ്മളിപ്പോൾ ഫ്രണ്ട് പോർഷനാണ് നമ്മൾ ഇതിനകത്തിൽ കട്ട് ചെയ്ത് കളയുന്നത്. സോ ഈ പോർഷൻ കട്ട് ചെയ്ത് കളയുന്നതുകൊണ്ട് ഇവിടെ തൊട്ടുള്ള റിമൈനിങ് പോർഷൻ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ ഡാർക്ക് ചെയ്യേണ്ടത്. സോ ഇവിടെ ഇത് ഇത്രയും ആയിരിക്കാം നമ്മൾ ഡാർക്ക് ചെയ്യേണ്ട പോർഷൻ. ഇവിടെ വരെയുള്ളൂ. പിന്നെ ഫ്രണ്ടിലോട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് ലൈറ്റായിട്ട് വേണം. സോ ഇത് ലൈറ്റ് ആയിരിക്കണം. സോ എവിടെയാണ് നമുക്ക് കട്ടിങ് വന്നത്. ഇനി സെക്ഷണൽ പോയിൻറ്റ്സുകൾക്ക് പേരെടുക്കുമ്പോൾ ഇവിടെയും രണ്ടിടത്തെ കട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇത് ഒരു ലൈൻ അല്ല ആക്ച്വലി. കാരണം എന്താ, എ ബി എന്ന് പറയുന്ന ടോപ്പിലെ ഒരു എഡ്ജും 1 4 എന്ന് പറയുന്ന ബോട്ടത്തിലെ ഒരു എഡ്ജും. സോ 2 ലൈൻസ് ഉണ്ട്. ഇതിൻ്റെ 2 സൈഡ് നോക്കി ഇവിടെ 1 എയും ഉണ്ട്, ഇവിടെ ഡിയും 4 ഉണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ 2 പോയിൻറ്റ്സുകൾ വരും. സോ ഇവിടെ 2 പോയിൻറ്റ്സ് വരും. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഡി സി എന്ന് പറയുന്ന മേളത്തെ എഡ്ജും 4 3 എന്ന് പറയുന്ന താഴത്തെ എഡ്ജും. സോ ഇവിടെയും 2 പോയിൻറ്റ്സ്. അപ്പോൾ ടോട്ടൽ 4 പോയിൻറ്റ്സാണ് ഇവിടെ വരുന്നത്. സോ ഓർഡറിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഓർഡറിൽ നെയിം ചെയ്യാം, അതിനകത്ത് പ്രശ്നമില്ല. സോ ഇവിടുത്തെ 2 പോയിൻറ്റ്സിന് ഫസ്റ്റ് ഒരെണ്ണം താഴെയാണ്, ഒരെണ്ണം മേളിലാണ്. സോ 1 4ന് ഞാൻ ഫസ്റ്റ് സെക്ഷൻ പോയിൻറ്റ് 1 എന്ന് പേര് കൊടുക്കുന്നു. സോ അങ്ങനെയാണെങ്കിൽ അതിന് ഞാൻ ബ്രാക്കറ്റ് കൊടുത്തു. ദാറ്റ് മീൻസ് സെക്ഷൻ പോയിൻറ്റ് 1 എന്ന് പറയുന്നത് ഞാൻ കൊടുത്തേക്കുന്ന ഏതിലാണ് 1 4 എന്ന് പറയുന്ന ബോട്ടത്തിലെ എഡ്ജിലാണ്. ദെൻ അടുത്തത് മേളിലും ബോട്ടത്തിലായി പിന്നെ മേളിൽ വരുന്നു. സോ മേളിലത്തെ എഡ്ജിന് ഞാൻ എന്ത് ചെയ്തു സെക്ഷൻ പോയിൻറ്റ് 2 എന്ന് പേരെടുത്തു. ദാറ്റ് മീൻസ് 2 ഈസ് ഇൻ എ ഡി ലൈൻ. സോ 1ഉം 2ഉം കഴിഞ്ഞു. അടുത്ത ഞാൻ ഇവിടെ വരുന്നു. ഇപ്പം ഞാൻ മേളിലാണ് നിൽക്കുന്നത്, കാരണം 1 താഴെയാണ് 2 മേളിലാണ്. സോ ഇപ്പുറത്ത് വരുമ്പം മേളിലത്തെ പോയിൻറ്റ്സ് കഴിഞ്ഞ് താഴെ കൊടുക്കാൻ പാടുള്ളൂ. ദാറ്റ് മീൻസ് ഐ എം ഗിവിങ് 3. ദാറ്റ് ഈസ് 3 ഈസ് ഇൻ ഡി സി ദെൻ 4. ക്ലിയർ ആണോ? ദാറ്റ് മീൻസ് 4 ഈസ് ഇൻ 4 3 എഡ്ജ്. സോ താഴത്തെ പോയിൻറ്റ് 2 മേളിൽ വന്നു, അപ്പർ സൈഡിൽ മേളിൽ, ദെൻ താഴെ. ഇങ്ങനെ മേൽ ബോട്ടം ടോപ്പ് ബോട്ടം ടോപ്പ് ടോപ്പ് ബോട്ടം, ആ ഒരു രീതിയിൽ വേണം എം ചെയ്യാൻ. സോ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് താഴെ നിന്നാണ് 1. സോ മേളിൽ വന്ന് 2, അപ്പർ സൈഡിൽ മേളിൽ 3, അപ്പർ സൈഡിൽ താഴെ 4. സോ ഇനി ഓരോന്നും കറക്റ്റായിട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മാത്രം മതി. ഭയങ്കര എളുപ്പമാണിത്. സോ 2ഉം 4 ഞാൻ നേരെ എക്സ്റ്റെൻഡ് ചെയ്തു. സിമിലർലി ഇവിടുത്തെ 3ഉം 4 ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. സോ നിങ്ങൾക്കറിയാം 1 എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ 1 ആൻഡ് 4. സോ ബോട്ടം പോയിൻ്റ് ആണ്. സോ ഇതായിരിക്കും 1', ഇതായിരിക്കും എന്ത് നമ്മുടെ 2'. ദാറ്റ് ഈസ് 2 ഈസ് ഇൻ ബിറ്റ്വീൻ എ ഡി, എക്കും ഡിക്കും ഇടയ്ക്കുള്ള 2. സിമിലർലി ഇവിടെ 3 എന്ന് പറയുന്നത് മേളത്തെ പോയിൻ്റാണ്. ദാറ്റ് മീൻസ് ഇൻ ബിറ്റ്വീൻ ഡി ആൻഡ് സി ആണ്. സോ ഇവിടെ നമുക്ക് 3' വരും. ദെൻ 4 എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ 4 ആൻഡ് 3. സോ ഇവിടെ നമുക്ക് 4' ഇപ്പോൾ നോക്കിയിട്ടല്ലേ ബോട്ടം 1 ടോപ്പ് 2 ടോപ്പ് 3 ബോട്ടം, അങ്ങനെ ഓർഡറിൽ തന്നെയാണ് നമ്മളിവിടെ നെയിം ചെയ്തത്. സോ 1 2 3 4 നമുക്ക് ഓൾറെഡി കണക്ട് ചെയ്ത ഇത്രയും പോർഷനാണ് വരുന്നത്. സോ അതിനകത്തുള്ള പോർഷൻസുകൾ ഇറേസ് ചെയ്ത് കളയുക. ദെൻ നേരത്തെ പോലെ തന്നെ ഹാച്ചിങ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരുന്നത് സെക്ഷണൽ ഫ്രണ്ട് വ്യൂവും സെക്ഷണൽ ടോപ്പ് വ്യൂവും ട്രൂ ഷേപ്പുമാണ്. അപ്പോൾ ഇവിടെ ബാക്കി റിമൈനിങ് പോർഷൻസ് എല്ലാം ഉണ്ട്. കാരണം എന്താ, ഈ പോർഷനും ഇവിടുത്തെ ഈ പോർഷനും. സോ ഇതെല്ലാം റിമൈനിങ് പോർഷൻസ് എല്ലാം ഉണ്ട്. ഇതിനകത്ത് ഹാച്ച് ചെയ്താൽ മാത്രം മതി. ഇതാണ് നമ്മുടെ സെക്ഷണൽ ഫ്രണ്ട് വ്യൂ. ഇത് നമ്മുടെ സെക്ഷണൽ ടോപ്പ് വ്യൂവിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഹാച്ചിങ് ഇല്ലാത്ത ഫ്രണ്ട് വ്യൂവിൽ ഹാച്ചിങ് വന്നത്. മേളിയും താഴോട്ട് നേരെ വെർട്ടിക്കലി കട്ട് ചെയ്യുക. ഇനി ഞാൻ നമ്മളോട് ട്രൂ ഷേപ്പ് ചോദിച്ചിട്ടുണ്ട്. ഓൾവേസ് ട്രൂ ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ സെക്ഷൻ പ്ലെയിനിന് പെർപെൻഡിക്കുലറായിട്ട് നോക്കുന്നതാണ് എപ്പോഴും ട്രൂ ഷേപ്പ്. നമ്മൾ ചരിച്ച് കട്ട് ചെയ്യുമ്പം അങ്ങോട്ട് പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ചായിരുന്നു നമ്മൾ ചെയ്തിരുന്ന ട്രൂ ഷേപ്പ്. അപ്പോൾ ഇവിടെ സെക്ഷൻ പ്ലെയിൻ ഇങ്ങനെ ആകുമ്പോൾ അതിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരാൾ നോക്കുമ്പോൾ കിട്ടുന്നതാണ് ട്രൂ ഷേപ്പ്. ശരിക്കും ആ ട്രൂ ഷേപ്പ് തന്നെയാണ് ഇത് അല്ലേ ഫ്രണ്ട് വ്യൂ എന്ന് പറഞ്ഞാൽ. ഇവിടുന്ന് നോക്കുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ,
ഈ ഫ്രണ്ട് വ്യൂ തന്നെ. അപ്പോൾ ഇത് ആക്ച്വലി സെക്ഷണൽ ഫ്രണ്ട് വ്യൂ ആണ്, എന്തും കൂടെയാണത്, ട്രൂ ഷേപ്പും കൂടെയാണ്. സോ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനാണ്. ദെൻ ഡയമെൻഷൻസ് നിങ്ങൾ ചെയ്തോളുക. ഇനി അതേപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ സോൾവ് ചെയ്യാം. സോ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ്, 14th ക്വസ്റ്റ്യൻ ആണ്. സോ 14th ക്വസ്റ്റ്യൻ. സോ ഇവിടെ സെക്ഷൻ പ്ലെയിൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. സെക്ഷൻ പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് വി പി എന്ന രണ്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ. നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ 5ാമത്തെ സെക്ഷൻ പ്ലെയിൻ. പെർപെൻഡിക്കുലർ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ടു വി പി ആയിരുന്നെങ്കിൽ മേളിൽ, പെർപെൻഡിക്കുലർ ടു എച്ച് പി ആയിരുന്നെങ്കിൽ താഴെ. ഇവിടെ രണ്ടിനും പെർപെൻഡിക്കുലർ ആകുമ്പം ഇറ്റ് ഈസ് എ വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ അങ്ങനെയാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഫ്രണ്ട് വ്യൂവിലും വരണം, ടോപ്പ് വ്യൂവിലും വരണം ഒരു സിംഗിൾ വെർട്ടിക്കൽ ലൈൻ ആയിട്ട്. നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലം നേരത്തെ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കണം, ഒരു സിംഗിൾ വെർട്ടിക്കൽ ലൈൻ. എന്തുകൊണ്ടാണ്? പെർപെൻഡിക്കുലർ ടു ബോത്ത് എച്ച് പി ആൻഡ് വി പി. ഇനി പാസ് ചെയ്യുന്ന പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. പാസിംഗ് പോയിന്റ് ഈസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 20 mm ടു ദി ലെഫ്റ്റ് ഓഫ് ദി ആക്സ് എന്ന. 20 mm ടു ദി ലെഫ്റ്റ് ഓഫ് ദി ആക്സ്. സോ ആക്സിൻ്റെ ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ ആക്സ്. സോ ആക്സിൻ്റെ ലെഫ്റ്റിൽ 20 mm നിങ്ങൾ മെഷർ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ആക്സിൻ്റെ ലെഫ്റ്റിൽ നിന്ന് 20 mm മെഷർ ചെയ്തൊരു പോയിന്റ് കൊടുത്തു. സോ അതിവിടെ കണക്ട് ചെയ്ത് ഒറ്റ വെർട്ടിക്കൽ ലൈൻ ആയിരിക്കണം നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത്. കാണാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ സെക്ഷൻ പ്ലെയിൻ. സോ എൻ്റെ രണ്ടും ഞാൻ ഡാർക്ക് ചെയ്യുന്നു. ആ ആരോ ഹെഡ് കൊടുക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ആരോ ഹെഡ് കൊടുത്തേക്കുന്നത്. ക്ലിയർ ആണോ? സോ എന്തുകൊണ്ടാണ് ആരോ ഹെഡ് ഈ സൈഡിലോട്ട് കൊടുത്തത്? കാരണം ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് കട്ട് ചെയ്തേക്കുന്നത്. സോ ലെഫ്റ്റ് സൈഡ് കട്ട് ചെയ്യുന്നതുകൊണ്ട് ആരോ ഹെഡ് ഞാൻ ഈ സൈഡ് ഉണ്ട്. സോ ഈ പോർഷനാണ് പോയത്. സോ റിമൈനിങ് പോർഷൻ നിങ്ങൾ ഡാർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇത്രയും പോർഷൻ ഇല്ല, ഈ പോർഷൻസ് ഇല്ല. സോ റിമൈനിങ് പോർഷൻ ഡാർക്ക് ചെയ്യുക. റിമൈനിങ് പോർഷൻ ഡാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തൊട്ടേ ഉള്ളൂ. ഇത് ഇത്രയും, ഇത് ഇവിടെ തൊട്ടേ ഉള്ളൂ ഡാർക്ക് ചെയ്യേണ്ടത്. ബാക്കിയെല്ലാം വിസിബിൾ ആക്കി ഡാർക്ക് ആക്കുക. നല്ല തിക്ക് ലൈൻസ് ആക്കി നമ്മൾ ഡാർക്ക് ചെയ്തോണം. ഓക്കെ, ഞാനിപ്പോൾ ഇത് ഡാർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ സമയം പോകും, അതുകൊണ്ടാണ് നിങ്ങൾ ഡാർക്ക്. ഇത്രയും പോർഷൻ മാത്രം ലൈറ്റ്. ഇവിടെ അതുപോലെ തന്നെ ഇവിടുന്ന് ഇവിടം പോയിന്റ് തൊട്ട് ഇങ്ങോട്ടുള്ളതെല്ലാം എന്തായിരിക്കണം? ഈ എഡ്ജസ് എല്ലാം നമുക്ക് ഡാർക്ക് ആയിരിക്കണം. ക്ലിയർ ആണോ? ഈ ഒരു രണ്ട് ലൈൻ മാത്രം ഇവിടെ എന്തായിരിക്കണം? ലൈറ്റ് ലൈൻസ് ആയിരിക്കണം. നിങ്ങളത് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യാം. ഇനി ഇവിടെ സെക്ഷൻ പോയിന്റ്സ് നമുക്ക് പേര് കൊടുക്കാനായിട്ട് നമുക്ക് രണ്ട് രീതി കൊടുക്കാം. ഒന്നുകിൽ ഇവിടെ ക്രമത്തിന് കൊടുത്താൽ അല്ലെങ്കിൽ മേളിൽ കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഒരിടത്ത് കൊടുത്താൽ അത് തന്നെ മറ്റൊരിടത്ത് ഫോളോ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഒരു കട്ട് ചെയ്തിട്ടുണ്ട്, ദെൻ അടുത്തത് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നിടത്തേ ഉള്ളൂ. ഞാൻ ക്രമത്തിന് അങ്ങ് പേര് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് 1 എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഇൻ ബിറ്റ്വീൻ എ ആൻഡ് എഫ്. ദെൻ അടുത്ത ഞാൻ ഇവിടെ 2 എന്ന് പേര് കൊടുത്തു. ദാറ്റ് മീൻസ് 2 ഈസ് ഇൻ ബിറ്റ്വീൻ എ എൻ ആൻഡ് എക്കും ബിക്കും ഇടയ്ക്കാണ് 3. ക്ലിയർ ആണോ? 1ഉം 3ഉം ബേസിലാണ്. 1ഉം 3ഉം ബേസിൽ തന്നെ, എക്സാറിൻ്റെ ബേസിലാണ്. 2 എന്ന് പറയുന്നത് എ എൻ എഡ്ജിലാണ്. സോ ഞാൻ ഇവിടുന്ന് പോയി 1ഉം 2ഉം ബേസിലാണ്. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു ലൈനല്ല, എ എഫും എ ബിയും 2 ലൈനാണ്. സോ ഈ എ എഫിലുള്ള 1ഉം ഇവിടെ വരും ഫ്രണ്ടിലായിട്ട്. സോ 1' പിന്നെ എ ബി പുറകിലുള്ള എ ബി, ഇവിടെ നോക്കുമ്പോൾ എ ബി പുറകിലാണ്, എ എഫ് ഫ്രണ്ടിലും എ ബി പുറകിലുമാണ്. സോ എ ബിയിലുള്ള നമ്മുടെ 2 എന്ന് പറയുന്ന പോയിന്റ് 2' ബ്രാക്കറ്റും അവിടെ വരും. പിന്നുള്ളത് എ എൻ. എ എന്നിൽ ഇവിടെ 2 അല്ല 3' വരും. കാരണം 3' ആണ് നമ്മൾ എ ബിയിൽ കൊടുത്തേക്കുന്നത്, എ എഫിൽ 1. സോ 1 ഫ്രണ്ടിലും 3 പുറകിലുമായിട്ട് ബേസിൽ കിട്ടും. 2 എന്ന് പറയുന്നത് എ എൻ എഡ്ജിലാണ്. സോ എ എൻ എഡ്ജ്, ഇതാണ് എ എൻ എഡ്ജ്. സോ ഇവിടെ ആയിരിക്കും നമ്മുടെ പോയിന്റ് 2'. അപ്പോൾ 1, 3, 2' അങ്ങനെയായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. ഇനി സൈഡ് വ്യൂയിലോട്ട് പോകാനൊന്നുമില്ല, നേരെ പോയിന്റ്സ് അങ്ങ് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഇതിൽ 2 എന്ന് പറഞ്ഞാൽ എ എന്നിലാണ്. സോ ഒരു ഹൊറിസോണ്ടൽ ലൈൻ കണക്ട് ചെയ്യുന്നു എ എന്നിലോട്ട്, വരയ്ക്കുക. ഇതാണ് നമ്മുടെ എ എൻ ലൈൻ. സോ നമുക്ക് 2" എളുപ്പത്തിൽ കിട്ടും. സോ 2" കിട്ടി. ഇനി ബാക്കിയുള്ളതാണ് പ്രശ്നം. ബാക്കി പോയിന്റ്സ് എന്ന് പറയുന്നത് 1ഉം 3ഉം. അതിൽ 1ഉം 3ഉം നിങ്ങൾക്ക് നോക്കിയാൽ ബേസില്ല, അത് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇങ്ങനെ തന്നെ പോയി, എവിടെയാണെന്ന് നമുക്കറിയില്ല. സോ എന്ത് ചെയ്യണം? ഇവിടുത്തെ 1നെയും 3നെയും ട്രാൻസ്ഫർ ചെയ്യും. സോ ഞാനിവിടെ 3യെ ട്രാൻസ്ഫർ ചെയ്യുന്നു, 45 ഡിഗ്രി ലൈനിൽ വന്നു, ദെൻ പ്രൊജക്റ്റ് ചെയ്തു. 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്കും ബിക്കും ഇടയ്ക്ക്. സോ എക്കും ബിക്കും ഇടയ്ക്ക് നമുക്ക് എന്ത് കിട്ടി? 3" കിട്ടി.
ദെൻ സിമിലർലി അതുപോലെ തന്നെ 1നെ എന്ത് ചെയ്യുക 45 ഡിഗ്രി ലൈനിൽ കൊണ്ടുപോവുക. 45 ഡിഗ്രി ലൈനിൽ വന്നു. ദെൻ അവിടെ നിന്ന് മേലോട്ടും പോയി. ഇതെല്ലാം ലൈറ്റ് ലൈൻസ് ആയിരിക്കണം. നമുക്കിവിടെ പോയിന്റ് കിട്ടിയാൽ മതി. സോ നമുക്ക് എന്ത് കിട്ടും 1 ഡബിൾ ഡാഷ്. സോ 1 2 3. സോ 1 2 3 കണക്ട് ചെയ്യുക. 1 2 3 കണക്ട് ചെയ്യുന്നു. അതിനകത്തെ പോർഷൻസ് എന്ത് ചെയ്യുന്നു ഇറേസ് ചെയ്ത് കളഞ്ഞ് ഹാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും സെക്ഷൻ കിട്ടും. സോ ഈ പോർഷൻ കട്ട് ചെയ്ത് പോയി. ആ കട്ട് ചെയ്ത പോർഷനാണ് ഇത്. ബാക്കിയുള്ള പോർഷൻസ് എല്ലാം സൈഡ് വ്യൂവിൽ ഇവിടെ നോക്കി 2 മുതൽ n വരെ റിമൈനിങ് ആണ്. 3b റിമൈനിങ് ആണ്. 1f എല്ലാം ഉള്ളതാണ്. നമുക്കൊരു 1f ഉണ്ട്, 3b ഉണ്ട്, അതുപോലെ 2 മുതൽ n വരെയുള്ള ഡിസ്റ്റൻസ്. സോ 2 മുതൽ n വരെ ഇതെല്ലാം ബാക്കി എന്തായിരിക്കും വിസിബിൾ ലൈൻസുകളാണ്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക ഡാർക്ക് ആക്കുക. ഇവിടെ അതുപോലെ തന്നെ ഇതിന് ഇപ്പുറത്തോട്ടുള്ളതെല്ലാം നിങ്ങൾ ഡാർക്ക് ആക്കണം. ഈ സെക്ഷൻ ഇപ്പുറത്തുള്ളതെല്ലാം ഡാർക്ക് ആയിരിക്കണം. സോ ഇത് രണ്ടും സിമ്പിളായിട്ടുള്ള 2 ക്വസ്റ്റ്യൻസുകളാണ്. ട്രൈ ചെയ്ത് നോക്കുക.